ഹായ് ഫ്രണ്ട്സ്, ഉള്ളിൽ കനലെരിയുന്ന തീയുമായി നടക്കുമ്പോഴും പുറമെ പുഞ്ചിരി തൂകി നടക്കുന്ന അനേകം പേരെ നമ്മൾ കണ്ടിട്ടുണ്ട്. പലരും ചിന്തിക്കുന്നത് പുഞ്ചിരി തൂകി നടക്കുന്ന ഇവർക്ക് വളരെ സന്തോഷമാണെന്നാണ്. എന്നാൽ അവരെ നമ്മൾ അടുത്തറിയുമ്പോൾ മാത്രമാണ് അവരുടെ സങ്കടം മനസ്സിലാവുന്നത്. ഈ അടുത്ത കാലത്ത് ഒരു ഫോട്ടോ എന്നെ വളരെയധികം സ്പർശിച്ചു. ഒരുപാട് സമയം ഞാനിങ്ങനെ നോക്കിയിരുന്നു. എനിക്ക് വളരെ സങ്കടം തോന്നി. അത് പല എഴുത്തുകളും അതിനെപ്പറ്റി വന്നു. ആ സമയത്ത് ഞാൻ ആ ഫോട്ടോ കണ്ട് കുറേ നേരം അതിൽ നോക്കിയിരുന്നു. പിന്നീട് എൻ്റെ ഹൃദയത്തിൽ പല പല ചിന്തകളും വന്നു. അപ്പോഴെല്ലാം എനിക്ക് വളരെ സങ്കടം തോന്നി. ഇതുപോലെ പലരും ഉണ്ട്. പക്ഷേ അവർ ജീവച്ഛവങ്ങളെപ്പോലെ ജീവിക്കുന്നു. ചിലർ പുഞ്ചിരി തൂകി ജീവിക്കുന്നു. ചിലർ എന്ത് ചെയ്യണമെന്നറിയാതെ ജീവിക്കുന്നു. അത്തരത്തിലൊരാളാണ് നമ്മുടെ ജോൺസൺ മാസ്റ്ററുടെ ഭാര്യ റാണി മാം. പ്രധാന മ്യൂസീഷ്യനായിരുന്ന ജോൺസൺ മാസ്റ്റർ 2011 ഹൃദയാഘാതം മൂലം ഈ ലോകത്ത് നിന്ന് യാത്രയായത്. അതിനുശേഷം ആ ഭവനത്തിലുണ്ടായ പല ദുഃഖങ്ങളും നടുക്കുന്ന ഓർമ്മകളാണ്. 2012 ഒരു വാഹനാപകടത്തിൽ അദ്ദേഹത്തിൻ്റെ മകൻ മരിച്ചു. 2016 മകളും യാത്രയായി. ഇപ്പോൾ കേൾക്കുന്നത് ആ മേഡത്തിന് അർബുദം ബാധിച്ചിരിക്കുന്നു. എന്നാലും അവർ ജീവിക്കുന്നു. ജീവിച്ചല്ലേ പറ്റൂ. ഈ കാര്യങ്ങളെപ്പറ്റി പറയുമ്പോൾ നമ്മൾ പലരും ചിന്തിക്കേണ്ട നല്ലൊരു കാര്യമുണ്ട്. കാരണം പലരും ഇത്തരം അനുഭവങ്ങൾ വരുമ്പോൾ എന്ത് ചെയ്യണം ഏത് ചെയ്യണം എന്നൊക്കെ അറിയാതെ ജീവിതം തന്നെ അവസാനിപ്പിക്കുന്നു. പക്ഷേ നമ്മൾ ഈ ഭൂമിയിലേക്ക് വന്നാൽ നമ്മൾ നമ്മുടെ ജീവിതത്തെ നശിപ്പിച്ച് കളയാതെ ജീവിച്ച് അവസാനം വരെ മുന്നോട്ട് പോയി സ്വയം ആ ജീവൻ എടുക്കുന്നത് വരെ ജീവിക്കണം. പലരും പല ബുദ്ധിമുട്ടുകളും ചെറിയ ചെറിയ പ്രയാസങ്ങളും വരുമ്പോൾ ജീവിതത്തിൽ തന്നെ ഒളിച്ചോടുന്നുണ്ട്. പലരും മറ്റ് പല മാർഗങ്ങളിലൂടെ ജീവിതം അവസാനിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഇത്തരക്കാരെല്ലാം ഇതുപോലെയുള്ള ജീവിതങ്ങളെ ഒന്ന് തിരിഞ്ഞു നോക്കണം. അവരുടെ ആ ജീവിതം ഒന്ന് മനസ്സിലാക്കണം. എന്തുമാത്രം വേദനയായിരിക്കും ആ ഹൃദയത്തിലുള്ളതെങ്കിലും മുഖത്തെ പ്രസന്നത ഇപ്പോഴും കൈവടിഞ്ഞിട്ടില്ല. ഭൂമിയിലേക്ക് ജനിച്ചു വീണു, പിന്നെ ജീവിച്ചല്ലേ പറ്റൂ. പ്രയാസങ്ങളൊക്കെ വരും, അതെല്ലാം സഹിച്ചല്ലേ പറ്റൂ. ബുദ്ധിമുട്ടുകളുണ്ടാവും, അതെല്ലാം അനുഭവിച്ചല്ലേ പറ്റൂ. അപ്പോൾ ജീവിക്കുമ്പോൾ ഉണ്ടാകുന്ന പല ബുദ്ധിമുട്ടുകളും, പക്ഷേ ഇത്തരം ബുദ്ധിമുട്ടുകൾ നാം അനുഭവിക്കേണ്ടതാണെങ്കിൽ തീർച്ചയായും അത് അനുഭവിക്കുക തന്നെ ചെയ്യേണ്ടി വരും. അവിടെ നാം എന്ത് പറഞ്ഞിട്ടോ പുറകുറുത്തിട്ടോ ഒന്നും ഒരു കാര്യമില്ല. ഈ പ്രയാസങ്ങളും തീക്കനലുകളും ഉള്ളിലുള്ളപ്പോഴും മുഖത്ത് കാണുന്ന ആ പ്രസാദം തീർച്ചയായിട്ടും നമുക്ക് അഭിനന്ദിക്കേണ്ടത് തന്നെയാണ്. ശരിയല്ലേ?